ബാറ്റ്മാനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടുവരുന്ന സൂപ്പർ ഹീറോ ആണ് ബാറ്റ്മാൻ. DC ബുക്ക് എന്ന കോമിക്കിലെ ഏറ്റവും ക്യാരക്ടർ ഡെപ്തും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോ ആണ് ബാറ്റ്മാൻ. DC കോമിക്സ് ഈ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിനെ ഉണ്ടാക്കിയ സമയത്ത് അവർ വിചാരിച്ച ഏറ്റവും കൂടുതൽ ബാറ്റ്മാനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടികളായിരിക്കുന്നതാണ്. അതേപോലെ സൂപ്പർമാനെയാണ് അവർ ഏറ്റവും കൂടുതൽ അഡൽട്സ് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ബാറ്റ്മാൻ അത്രയും ക്യാരക്ടർ ഡെപ്ത് ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ അഡൽട്സ് ആണ് ഈ ബാറ്റ്മാൻ ഇഷ്ടപ്പെട്ടത്, കുട്ടികളാണ് സൂപ്പർമാനെ ഇഷ്ടപ്പെട്ടത്. കുറെ ആളുകളെ ഡിപ്രഷനിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും ഈ ബാറ്റ്മാൻ എന്ന ക്യാരക്ടർ വലിച്ചു കയറ്റിയിട്ടുണ്ട്. നമ്മൾ സ്നൈഡറിന്റെ മൂവീസിലും നോളന്റെ മൂവീസിലൊക്കെ നമ്മൾ ബാറ്റ്മാനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കോമിക് ബുക്കിലെ ബാറ്റ്മാന് നമ്മൾ ഈ പറഞ്ഞ സിനിമയിലെ ക്യാരക്ടേഴ്സിനെക്കാളും ഡെപ്ത് ഉണ്ട്. സത്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ട ഈ സിനിമയെക്കാളും കൂടുതൽ ബാറ്റ്മാന് ഡെപ്ത് ഉണ്ട്. ഇനി നമുക്ക് ബാറ്റ്മാന്റെ കഥയിലേക്ക് വരാം. DC കോമിക്കിലെ ഏറ്റവും ക്രിമിനൽ ആക്ടിവിറ്റീസ് നിറഞ്ഞ എന്ന് വെച്ചാൽ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ആളുകളും എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും എല്ലാം നടക്കുന്ന ഒരു വലിയ സിറ്റിയാണ് ഗോതം സിറ്റി. ആ സിറ്റിയിൽ കുറെ റിച്ച് ഫാമിലീസ് ഉണ്ട്. ഫാൽക്കൺ ഫാമിലി, വെയിൻ ഫാമിലി, അങ്ങനെ കുറെ റിച്ച് ഫാമിലീസ് ഉണ്ട്. പിന്നെ കുറെ അണ്ടർവേൾഡ് ആക്ടിവിറ്റീസും അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു ക്രിമിനൽ സിറ്റി തന്നെയാണ് ഈ ഗോതം സിറ്റി. എന്നാലും ജീവിക്കാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് ഫോർച്യൂനും വേണ്ടിയിട്ട് ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ ഗോതം സിറ്റിയിൽ വന്നാണ് പണിയെടുക്കുന്നത്. ഈ വെയിൻ ഫാമിലി ഉണ്ടല്ലോ, ഈ വെയിൻ ഫാമിലിക്ക് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് വെയിൻ എന്റർപ്രൈസസ്. ഈ വെയിൻ ഫാമിലിയുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫാമിലി മെമ്പറാണ് ഈ ബ്രൂസ് വെയിൻ. ഈ ബ്രൂസ് വെയിൻ്റെ അച്ഛൻ്റെ പേര് ഡോക്ടർ തോമസ് വെയിൻ എന്നാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹമാണ് സത്യത്തിൽ ഈ വെയിൻ എന്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ തോമസ് വെയിന്റെ ലക്ഷ്യം എന്തോന്ന് വെച്ചാൽ ഈ ഗോതം സിറ്റി ഒരു നല്ല സിറ്റി ആക്കുക, ഇവിടുത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റുക, ആളുകൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുക, അങ്ങനെ ഈ ഗോതം സിറ്റിയിലെ ആളുകൾക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെ കുറെ ലക്ഷ്യങ്ങളായിരുന്നു ഈ തോമസ് വെയിൻ ഉണ്ടായിരുന്നത്. ഇനി ബ്രൂസ് വെയിന്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ ഈ ബ്രൂസ് വെയിൻ സത്യത്തിൽ ഈ ബാറ്റ്സുകളെയും ഈ ഇജിപ്തിനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഫ്യൂച്ചറിൽ ബാറ്റ്മാൻ ആകാൻ പോകുന്ന വ്യക്തിയാണ്, എന്നിട്ടാണ് ഇജിപ്തിനെയും ഈ ബാറ്റ്സിനെയൊക്കെ പേടി. ഒരു ദിവസം ഒരു രാത്രി ബ്രൂസ് വെയിനും തൻ്റെ പിതാവായ തോമസ് വെയിനും തൻ്റെ മാതാവായ മാർത്ത വെയിനും കൂടി ഒരു സിനിമ കാണാൻ പോയി. മാർക്ക് ഓഫ് സോറോ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ കുറെ ഇജിപ്തും കുറെ വവ്വാലിലേക്ക് കാണിച്ചപ്പോൾ നമ്മുടെ ബ്രൂസ് വെയിന് ഭയങ്കര പേടി വന്നു. അത് കാരണം മാർത്ത വെയിനും തോമസ് വെയിനും കൂടി സിനിമ മതിയാക്കി ബ്രൂസുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ക്രിമിനൽ അവരെ തോക്ക് കാണിച്ചിട്ട് അവരുടെ ഓർണമെന്റ്സും പൈസയൊക്കെ ചോദിച്ചു. പക്ഷെ തോമസ് വെയിൻ എല്ലാം സമ്മതിച്ചു. ആ ക്രിമിനലിന്റെ തോക്കിന്റെ മുന്നിലും തോമസ് വെയിൻ ഭയക്കാണ്ട് പോക്കറ്റിൽ നിന്ന് ഓർണമെന്റ്സും പൈസയൊക്കെ എടുത്ത് കൊടുക്കാൻ നേർത്ത് അപ്പൊ ഈ ക്രിമിനൽ വിചാരിച്ചത് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം തോമസ് വെയിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. തോമസ് വെയിൻ മരിച്ച് വീണ് കണ്ടപ്പോൾ തന്നെ മാർത്ത വെയിനും ബഹളം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം മാർത്ത വെയിനെയും വെടിവെച്ച് കൊന്നു. അദ്ദേഹം പക്ഷെ 11 വയസ്സുള്ള ബ്രൂസ് വെയിനെ വെടിവെച്ച് കൊന്നില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇവരുടെ ഓർണമെന്റ്സും പൈസ എല്ലാം എടുത്തുകൊണ്ട് അയാൾ ഓടിക്കളഞ്ഞു. അപ്പൊ നോർത്തെ 11 വയസ്സിൽ തൻ്റെ ഒരു പേടി കാരണം തൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ മാതാവും പിതാവും കൊല്ലപ്പെട്ടു. ബ്രൂസ് വെയിന് വവ്വാലിനെ പേടിയില്ലാന്നെങ്കിൽ ഈട്ടിനെ പേടിയില്ലാന്നെങ്കിൽ അവരവിടെ ഇരുന്ന സിനിമ കാണേണ്ടതാണ്. ഇപ്പം ആ ഒരു പേടി കാരണം തൻ്റെ മാതാവും പിതാവും തൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചു. ഗോതം സിറ്റിയിലെ എസ്റ്റാബ്ലിഷ്ഡ് ഫാമിലി ആയതുകൊണ്ട് ഇവർ മരിച്ചപ്പം ഇത് ഗോതം സിറ്റിയിൽ ഭയങ്കര ന്യൂസ് ആയിരുന്നു. ഇവരുടെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് ബ്രൂസ് വെയിൻ 11 വയസ്സിൽ ആ വലിയ മുറിയിൽ ഒറ്റയ്ക്ക് ജനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ വെയിൻ എന്റർപ്രൈസിലെ കാര്യസ്ഥനായ ആൽഫ്രഡ് അദ്ദേഹത്തെ സന്ദർശിച്ചു. ആൽഫ്രഡ് വർഷങ്ങളായിട്ട് ഈ തോമസ് വെയിന്റെ കാര്യസ്ഥനാണ്. ആൽഫ്രഡിനെ കണ്ടപ്പോൾ തന്നെ ബ്രൂസ് വെയിൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരഞ്ഞുകൊണ്ട് ബ്രൂസ് വെയിൻ ആൽഫ്രഡിനോട് പറഞ്ഞു, ഞാൻ കാരണമാണ് മരിച്ചത് അവര്, എനിക്ക് ആ പേടിയില്ല എന്നെങ്കിൽ അവർ ഇന്നും ജീവിച്ചിരുന്നില്ല. അങ്ങനെ സ്വയം അവനെ തന്നെ കുറ്റം പറഞ്ഞു. അവൻ കാരണമാണ് അവർ മരിച്ചത്. പക്ഷെ ആൽഫ്രഡ് ഒരു അച്ഛനെ പോലെ അവനെ സമാധാനിപ്പിച്ചു. മോനെ, ഇത് നീ കാരണമല്ല മരിച്ചത്, ഇത് തോമസ് വെയിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞ് ബ്രൂസ് വെയിൻ തന്റെ അച്ഛനെ പോലെ ആവാൻ തീരുമാനിച്ചു. ബിക്കോസ് ഈ ബ്രൂസ് എന്റർപ്രൈസസിന്റെ മൊത്തം ഓണർഷിപ്പ് ഇപ്പം ബ്രൂസ് വെയിന്റെ കയ്യിലാണ്. ഇപ്പൊ ബ്രൂസ് വെയിൻ അപ്പം അയാളുടെ അച്ഛനെ പോലെ ആവാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഈ ഗോതം സിറ്റിയിലെ ആളുകളെ അദ്ദേഹത്തിന്റെ അച്ഛൻ എങ്ങനെ ഹെൽപ്പ് ചെയ്ത അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എത്ര നോക്കിയിട്ടും അദ്ദേഹത്തിന് ഈ ബ്രൂസ് വെയിന് പഠിക്കാൻ സാധിക്കുന്നില്ല. എന്തോ എവിടെയൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ട്. അങ്ങനെ ബ്രൂസ് വെയിൻ ആൽഫ്രഡിനോട് പറഞ്ഞു, എന്റെ ബിസിനസ് ഒക്കെ തൽക്കാലം ആൽഫ്രഡ് നോക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രൂസ് വെയിൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ ലോകത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുവാണ്. എന്നുവെച്ചാൽ ഈ ലോകത്തെ പല രാജ്യത്തിലേക്ക് ഇറങ്ങുവാണ്. മെയിനായിട്ട് ഇറങ്ങുന്ന ഈ അണ്ടർവേൾഡിന്റെ ഇടയിലാണ്. മെയിനായിട്ട് ക്രിമിനൽസിന്റെ മൈൻഡ് സെറ്റ് പഠിക്കാനും ക്രിമിനൽസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന പഠിക്കാനും പല കാര്യങ്ങൾ പഠിക്കാനും ലാംഗ്വേജസ് പഠിക്കാനും മറ്റ് ആക്ടിവിറ്റീസ് പഠിക്കാനും എങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനും ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് ഇറങ്ങും. എന്നിട്ട് ബ്രൂസ് വെയിൻ ആൽഫ്രഡിനോട് ഒരു കാര്യം പറഞ്ഞു,
ഇനി ഗോതം സിറ്റിയിൽ ഒരു കൊച്ചിന്റെ മുമ്പിൽ വെച്ചും തന്റെ മാതാപിതാക്കൾ മരിക്കില്ല എന്ന് ശപഥം ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു മാറ്റമാണ് ഈ സിറ്റിയിൽ വേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിലാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ബ്രൂസ് വെയിൻ ഒരു ചെറിയ തോക്കുമായിട്ട് ഈ കൊലയാളി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൊന്നവനെ, ഈ കറപ്റ്റഡ് ആയിട്ടുള്ള സിറ്റി ചിലപ്പോൾ അയാളെ രക്ഷിക്കും. അയാളെ രക്ഷിച്ചാൽ അയാളെ കൊല്ലാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണേ ബ്രൂസ് വെയിൻ അയാളെ കൊല്ലായിരുന്നു. പക്ഷെ ബ്രൂസ് വെയിന്റെ മനസ്സിൽ ഒരു കാര്യം വന്നു, ഞാനിപ്പോൾ ഇയാളെ കൊന്നാൽ ഈ സിറ്റിയിൽ ഒരു കൊലയാളിയും കൂടെ കൂടുകയാണ്. അത് തന്റെ അച്ഛന്റെ ലക്ഷ്യത്തിനെതിരെയാണ്. അതുകൊണ്ട് ബ്രൂസ് വെയിൻ ആ ചെറിയ തോക്ക് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി എന്നിട്ടാണ് ഈ ആൽഫ്രഡിനോട് പറഞ്ഞിട്ട് ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഈ ബ്രൂസ് വെയിൻ പല രാജ്യത്ത് സന്ദർശിച്ചു, പല ക്രിമിനൽസിന്റെ ഇടയിൽ കിടന്ന് വർക്ക് ചെയ്ത്, പല ക്രിമിനൽസിനും വേണ്ടി വർക്ക് ചെയ്ത്. അങ്ങനെ ഈ ക്രിമിനൽസിന്റെ മൈൻഡ് സെറ്റ് ഇയാൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി. പല ലാംഗ്വേജസ് പഠിച്ച് 30-ലേറെ ലാംഗ്വേജസ് ഇപ്പോൾ ബ്രൂസ് വെയിൻ അറിയാം. പുള്ളി മെഡിറ്റേഷൻ പഠിക്കാൻ ഇന്ത്യയിൽ വരെ വന്നു. ഇന്ത്യയിലും ടിബറ്റിലും നേപ്പാളിലും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി പുള്ളി മെഡിറ്റേഷൻ പഠിച്ച് പുള്ളിയുടെ മൈൻഡ് സെറ്റ് പക്കയാക്കാൻ. പിന്നെ അതുമാത്രമല്ല, പുള്ളി പല ടെക്നോളജിക്കൽ കാര്യങ്ങളും പഠിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, സയൻസ്, ഫൈനാൻസ്, അങ്ങനെ എല്ലാത്തിനെ പറ്റി പുള്ളി നന്നായിട്ട് പഠിച്ചു. ഇതിലൊക്കെ പുള്ളി പഠിക്കുക മാത്രമല്ല, ഇതിലൊക്കെ പുള്ളി മാസ്റ്റർ ആവുകയും കൂടി ചെയ്യുവാണ്. അതുമാത്രമല്ല, ബ്രൂസ് വെയിൻ പല രീതിയിലുള്ള മാർഷൽ ആർട്സും പഠിച്ചു. കിക്ക് ബോക്സിംഗ് ഉൾപ്പെടെ, ക്രാവ് മാങ്ക, കൊങ്ഫു, ഈവൻ നമ്മുടെ കളരിപ്പയറ്റ്, അങ്ങനെ എല്ലാം പഠിക്കേണ്ട എല്ലാം പുള്ളി പഠിച്ചു. പുള്ളിക്ക് ഇപ്പോൾ ഒരാളെ അടിക്കേണ്ട ഓരോ മർമ്മം വരെ അറിയാം. ഒരാളെ അടിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് എങ്ങനെ അയാളെ അടിച്ച് നിലത്തിടാൻ വരെ അറിയാം. കൂടാണ്ട് ഈ ബ്രൂസ് വെയിൻ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് നന്നായിട്ട് നോക്കി. അദ്ദേഹം നല്ല ഇതിൽ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. ഒരു 300-350 കിലോ ഒക്കെ പുള്ളി ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് എത്താവുന്ന പീക്കില്, നാച്ചുറലായിട്ട് എത്താവുന്ന പീക്കിൽ ആ മനുഷ്യനെത്തി. അതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് പുള്ളിയുടെ ഐക്യു പുള്ളി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഈ ബ്രൂസ് വെയിൻ ലീഗ് ഓഫ് അസാസിൻസ് എന്നൊരു ഓർഗനൈസേഷനിൽ ചേർന്നു. അതൊരു ക്രിമിനൽ ഓർഗനൈസേഷൻ ആണ്. അത് നിങ്ങൾക്ക് ബാറ്റ്മാൻ ബിഗിൻസ് കണ്ടാൽ അറിയാൻ പറ്റും. അതിൽ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗോതം സിറ്റി മൊത്തത്തിൽ നശിപ്പിക്കലാണ്. ഈ ലീഗ് ഓഫ് അസാസിൻസിൽ ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഈ ബ്രൂസ് വെയിൻ ആണ്. അപ്പം അവര് അദ്ദേഹത്തിന് അവിടുത്തെ ലീഡർ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈവൻ ഈ ബ്രൂസ് വെയിനെ അവർ ഡിറ്റക്റ്റീവ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കേൾക്കുന്നത് ബാറ്റ്മാൻ ഒരു സൂപ്പർ ഹീറോ മാത്രമല്ല, ഒരു പക്കാ ഡിറ്റക്റ്റീവും കൂടിയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഈ ബ്രൂസ് വെയിൻ ഈ ലീഗ് ഓഫ് അസാസിൻസിൽ നിന്ന് രക്ഷപ്പെട്ടു, അവിടുന്ന് ചാടി രക്ഷപ്പെട്ടു. എന്നിട്ട് തന്റെ ലക്ഷ്യമായി ഗോതം സിറ്റിയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് ഈ ഗോതം സിറ്റിയിൽ വന്ന് തന്റെ ഈ ആളുകളെയൊക്കെ രക്ഷിക്കണം. ഈ ക്രിമിനൽസിന്റെ ഇടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സിറ്റിയാണ്. അപ്പൊ ഈ ക്രിമിനൽസിനെയൊക്കെ മൊത്തത്തിൽ പുള്ളിക്ക് അവിടെ നിന്ന് തുടച്ചു മാറ്റാം. ബ്രൂസ് വെയിൻ തിരിച്ചു വന്നപ്പം ഈ ആൽഫ്രഡിന് ഭയങ്കര സന്തോഷമായി. ബ്രൂസ് വെയിൻ തിരിച്ചു വന്ന ആൽഫ്രഡിനോട് ഇങ്ങനെയാ പറഞ്ഞത്, എനിക്ക് ഈ സിറ്റിയെ രക്ഷിക്കണം ആൽഫ്രഡ്. അതിന് നമ്മളൊരു മനുഷ്യനായിട്ട് ഇരുന്ന ആളുകളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ കൊന്ന് നമ്മളെ നശിപ്പിക്കും. പക്ഷെ ഒരു മനുഷ്യനായിട്ട് ഇന്ന് ഇവരെ രക്ഷിക്കുന്നതിന് പകരം ഒരു സിമ്പിളായിട്ട് നിൽക്കുന്നതാണ്. ഒരു സിമ്പിളിനെ ഈ ക്രിമിനൽസ് പേടിക്കും. ഈ ബ്രൂസ് വെയിൻ ക്രിമിനൽസിന്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവർ കുറെ പേടിത്തൊണ്ടന്മാരായി ക്രിമിനൽസ്. ഈ പേടിയുള്ളതുകൊണ്ടാണ് ഇവർ ആളുകളെ കൊല്ലുന്നത്. അപ്പം ഒരു സിമ്പിളായിട്ട് ഇരുന്ന അവർക്ക് പേടി കൂടത്തേ ഉള്ളൂ, എന്ന് വെച്ചാൽ അവർക്ക് കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ബ്രൂസ് വെയിൻ തന്റെ പേടീനെ ഉപയോഗിച്ചു. ഈ ബ്രൂസ് വെയിന് പേടി എന്ന് വെച്ചാൽ വവ്വാലിനെയാണല്ലോ, അപ്പൊ ആ പേടിയെ തന്നെ പുള്ളി ഉപയോഗിച്ചു. പുള്ളി തന്റെ പേടിയിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്നു. നമ്മളെ എന്തോ പേടിപ്പിക്കുന്നോ അതിലേക്ക് തന്നെ പുള്ളി ഇറങ്ങിച്ചെന്നു. ബ്രൂസ് വെയിൻ തന്റെ ഭയത്തിന് ഭയം ഇല്ലാണ്ടാക്കി. ആ വവ്വാലിനെയും ഈട്ടിനെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടു തുടങ്ങി. തന്റെ വെയിൻ എന്റർപ്രൈസസിലെ ടെക് ടീമുമായിട്ട് ചേർന്ന് കുറച്ച് സീക്രട്ടീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ചേർന്ന് പുള്ളി കുറച്ച് സൂട്ട്സ് ബിൽഡ് ചെയ്തു, കുറച്ച് വെഹിക്കിളും ബിൽഡ് ചെയ്തു. ഈ സൂട്ടിന് ഒരു ബാറ്റിന്റെ രൂപം വേണമെന്നാണ് ഈ ബ്രൂസ് വെയിൻ പറഞ്ഞത്. അപ്പം അതുപോലെ നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അതുമാത്രമല്ല, പുള്ളിയുടെ ബാറ്റ് മൊബൈലും അങ്ങനത്തെ പല വെഹിക്കിളും പല വെപ്പൺസും എല്ലാം ഇവര് ബിൽഡ് ചെയ്തതാണ്. ഇതൊരു അണ്ടർ ദ ടേബിളായിട്ട് ബിൽഡ് ചെയ്തതാണ്. ഇത് ആരെയും അറിയിക്കാണ്ട് ഇവരുടെ റെക്കോർഡ്സ് പുറത്ത് വിടാണ്ട് ഇവരുണ്ടാക്കിയതാണ്. ഈ ബാറ്റ്മാന്റെ ക്യാരക്ടറിന് ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡിഫിക്കൽട്ട് പേസിലൂടെ പോകുമ്പോൾ തന്റെ കാര്യസ്ഥനായ ആൽഫ്രഡ് തന്നെ തന്നോടൊരു ഡയലോഗ് പറയും, എൻഡ്യൂർ മാസ്റ്റർ വെയിൻ, എന്ന് വെച്ചാൽ വേദന സഹിക്കാനാണ്. അപ്പം അത്രയും വേദന സഹിച്ചും അത്രയും നെവർ ഗീവ് അപ്പ് മൈൻഡ് സെറ്റിലാണ് ഈ ബ്രൂസ് വെയിൻ പോകുന്നത്. ബ്രൂസ് വെയിൻ അല്ല, ബാറ്റ്മാൻ പോകുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കെന്ന് വെച്ചാൽ ഒരു സാധാ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു ബില്യനെയർ. പുള്ളി എല്ലായിടത്തും ഒക്കെ ബ്രൂസ് വെയിൻ ആയിട്ട് പോകുമ്പോൾ തോളത്ത് പെണ്ണുങ്ങളുമായിട്ടും പല ഹോട്ടൽസിലൊക്കെ കയറി അങ്ങനെ കുറെ ഒരു ബില്യനെയർ റിച്ച് കിഡ് കാര്യങ്ങളൊക്കെയാണ് പുള്ളി കാണിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ മനസ്സിൻ്റെ അകത്ത് പുള്ളി ബാറ്റ്മാൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക വെച്ചാൽ തനിക്കുണ്ടായ ഒരു മോശ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം മാറി ഒരു സിമ്പലാവുക ചെയ്യുന്നത്. നമ്മൾ എത്ര മോശം അവസ്ഥയിൽ പോയാലും നമുക്ക് അതിൽ നിന്ന് പിടിച്ചു കയറാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ബാറ്റ്മാൻ. സത്യത്തിൽ DC കോമിക്സിലെ ആളുകൾക്ക് പോലും ഇത് ഇത്രയ്ക്ക് വളരുമെന്ന് ആരും വിചാരിച്ചില്ല. ബാറ്റ്മാനിൽ കുറെ സീൻസ് ഉണ്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഞാൻ പറയാം. ഇതെനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള സീനാണ്.
നിങ്ങൾ ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ആ സിനിമയിൽ ഇദ്ദേഹത്തെ പിടിച്ച് ബ്രൂസ് വെയിനെ പിടിച്ച് കൊക്കയിലിടും, കുഴിയിലിടും. അവിടെ ഒരു ജയിൽ പോലെയാണ്. അപ്പം ആ കുഴിയിൽ നിന്ന്, ആ കൊക്കയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ആ കൊച്ചു മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് ചാടണം. ആ ചാട്ടത്തിൽ ഒരു കല്ലി കയറി പിടിക്കണം. ആ കല്ലി കയറി പിടിച്ച് ചാടി ആ കൊച്ചു മാത്രമേ ഉള്ളൂ. ബാക്കി കുറെ പേര് ഈ കയറിട്ട് ശ്രമിച്ചു നോക്കി. എന്നുവെച്ചാൽ അവർ ചാടി ഇൻ കേസ് അവിടെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും മരിക്കത്തില്ല, കാരണം കയറ് വെച്ച് സപ്പോർട്ടുണ്ട്. അങ്ങനെ ഈ ബ്രൂസ് വെയിൻ അവിടെ പോയി ഇത് കുറെ ശ്രമിച്ചു. അവിടെ പോയി കുറെ എക്സസൈസ് ഒക്കെ ചെയ്ത് അവിടെ കുറെ ശ്രമിച്ചു. പക്ഷെ എന്നിട്ടും പുള്ളിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. പക്ഷെ ഒരു കണ്ണില്ലാത്ത ഒരാളോട് പുള്ളി ചോദിച്ചു എന്തുകൊണ്ടാണ് ആ കൊച്ചെന്ന് ചാടിയെന്ന് ചോദിച്ചു. അപ്പം ആ കൊച്ചിനന്ന് കാലിൽ കയറില്ലായിരുന്നു. ബാക്കി എല്ലാവരും കാലിൽ കയറിട്ടുകൊണ്ടാണ് ചാടിയത്. അപ്പൊ ആ കാലിൽ കയറിടുമ്പോൾ വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വിചാരം വരും, ഈ ചാട്ടത്തിൽ ഞാൻ പിടിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. ഇപ്പൊ ഞാൻ ചാട്ടത്തിൽ ചാടി, ഞാൻ പിടിച്ചില്ല, ഞാൻ മരിക്കത്തില്ല. ആ കൊച്ചിന് അങ്ങനെ കയറില്ലായിരുന്നു. അപ്പൊ ആ കൊച്ചിന്റെ മൈൻഡ് സെറ്റ് വെച്ചാൽ ഇത് ഞാൻ പിടിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. പിന്നീട് ഈ ബ്രൂസ് വെയിൻ ഈ കയറ് മാറ്റിയിട്ട് ശ്രമിച്ചപ്പം അദ്ദേഹം ചാടി പിടിച്ചു. അതൊരു മാസ സീനാണ്, നിങ്ങൾ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കുറെ ഡിഫിക്കൽട്ട് ഫേസ് ഉണ്ട്. ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാണ്ട് വരും. ആ പറ്റാണ്ട് വരുന്ന കാരണം വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെറിയ കയറുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയറുകൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ആ കയറ് മുറിക്കണം. എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളത് സക്സസ് ആവും. നമ്മൾ എത്ര ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും സ്റ്റഡി ആണെങ്കിലും ജോബാണെങ്കിലും അതിൽ നമ്മൾ പക്കയായിട്ട് വിജയിക്കും. പിന്നെ ബാറ്റ്മാനി പറഞ്ഞ തന്നെ ഒരു പക്ക ഡയലോഗ് ഉണ്ട്. നോളന്റെ ബാറ്റ്മാനി പറഞ്ഞതാണ്, ഇറ്റ്സ് നോട്ട് ഹൂ യു ആർ അണ്ടർനെയ്ത് ബട്ട് വാട്ട് യു ഡു ദാറ്റ് ഡിഫൈൻസ് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.